ഇതേ വരച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇതവിടെ കണ്ടില്ലേ, ഫോട്ടോയിൽ വെള്ളം എവിടുന്നാന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പം അതേ എവിടുന്നാന്ന് മേലോട്ട് നോക്കി ആലോചിച്ചപ്പോൾ ദേ കിടക്കുന്നു മുകളിൽ ചോര. ഞാൻ വരയ്ക്കുന്നതിൻ്റെ നേരെ മുകളിലായിട്ടാണ് ചോരുന്നത് ഗൈസ്. അപ്പം താൽക്കാലികമായിട്ട് എൻ്റെ വരയും കുത്തും പുള്ളിയൊക്കെ അവിടെ നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം വന്നു. എന്തല്ലേ, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ചോർച്ച. ഈ ഒരു വര കാണുന്നുണ്ടോ? ഓ ദേ ഉത്തി കാണുന്നുണ്ടോ? വെള്ളൂറ്റിയതാ. ഈ ഒരു വര കാണുന്നുണ്ടോ? ആ ഒരു വരൻ്റെ മുകളിൽ കൂടി കേട്ടോ വെള്ളൂറ്റുന്നത്. അപ്പം എനിക്ക് അർജൻറ്റായിട്ട് നാളെ കൊടുക്കേണ്ട വർക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഉറക്കൊഴിഞ്ഞാലും വേണ്ടിയില്ല, ഇരുന്ന് ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കാണ് ഉച്ച കഴിഞ്ഞപ്പോൾ ഒടുക്കമത്ത മഴ. അപ്പം മഴ പെയ്ത് നോക്കുമ്പോൾ കുറേ മഴ പെയ്ത് റീലെടുത്ത് എല്ലാവരും എന്നെ കളിയാക്കും, മഴയെല്ലാം മഴയാണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ നാട്ടിലേക്കൊക്കെ മഴ തന്നെയാണ്. നമ്മൾ അക്ഷരസ്ഫുടതയില്ലാത്ത ആളാണ്. അപ്പോൾ മഴ പെയ്ത സമയത്ത് കുറേ റീലെടുത്തു. ദേ പിന്നെയും ഉറ്റുന്നു ഗൈസ്. അപ്പം കുറേ റീലെടുത്തും ഇങ്ങോട്ട് വന്ന് തലയൊക്കെ നനഞ്ഞ് അത് തലയൊക്കെ തോർത്തി ഉണക്കിയെടുത്തപ്പോഴേക്കും ഞാൻ വിചാരിച്ചു മഴ പോവുകയായിരിക്കുന്നു. എവട്ടെ കണ്ടോ വെള്ളൂറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യും ഏതൊരു ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരവസ്ഥയും കൂടി. വല്ലാത്തൊരു പണിയായിപ്പോയി ഗൈസ്. ഞാൻ കാര്യമായിട്ട് കുത്തിരിന് എൻ്റെ മൂത്ത സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം. അപ്പോൾ അവൾ വിളിച്ചപ്പോൾ അവളോട് പറഞ്ഞു, ഇനി വെക്ക്, പിന്നെ എനിക്ക് വർക്ക് ചെയ്യാനുണ്ട്, ഞാനത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഓ വെള്ളൂറ്റുന്നത് കണ്ടോ, നല്ല ചോർച്ചയാണ്. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ഇത് ചെയ്ത് തീർക്കട്ടെ, നാളെ കൊടുക്കാനുള്ളതാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എവിടുന്നാ ഈ വെള്ളം എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ വെറുതെ ഒന്ന് മേലോട്ട് നോക്കിയതാ, ഊറ്റി കണ്ട. 60 കോടിയുടെ വീട്ടിൽ നിൽക്കുന്ന എന്തൊരവസ്ഥയാണ് ഗൈസ് ഇത്. 60 കോടി ആയതുകൊണ്ട് എനിക്ക് പണ്ടേ ഉള്ളൊരു സംഭവമാണ്, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് മറ്റേ പണ്ടത്തെ 4 കെട്ടും 8 കെട്ടൊക്കെ ഉണ്ടല്ലോ, അതേപോലെ എൻ്റെ വീടിനും വെള്ളം ഉള്ളിലിട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു തരുന്ന ഒരു സാധിപ്പിക്കൽ കണ്ടോ. എന്തല്ലേ 60 കോടിയുടെ വീട്, 60 കോടിയും ആഡംബര കാറും. ഇതിലും വലിയ ഗതി കെട്ടവൻ ആരെങ്കിലും ഉണ്ടാകുമോ എൻ്റെ കർത്താവേ? ആരുണ്ടാവാനാ, ഞാനല്ലാതെ. ഏതായാലും ഇന്നത്തെ വരിയും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ച് എനിക്ക് ഈ സൈഡിൽ കണ്ടോ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ ഇരുന്ന് പെയിൻറ്റ് ചെയ്താലേ എനിക്ക് റെഡി ആവുള്ളൂ. മറ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ ഇരുന്ന് അപ്പോഴേക്ക് മറ്റേതെടുക്കാൻ പോയി ഈ കളിക്കണം. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ കണ്ടോ, ഇത്രമേൽ സാധനങ്ങൾ ഇവിടെ സ്റ്റോക്കാണ്. അപ്പോൾ ഇവിടുന്ന് മാറി ഇരുന്നാൽ എനിക്ക് റെഡിക്കത് വർക്ക് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇന്നത്തെ വർക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്ന കാര്യം നിങ്ങളോടും കൂടി അറിയിക്കുകയാണ്. എന്നാലും എൻ്റെ കണ്ണാ 4 കെട്ട് 8 കെട്ടാ